ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ഇൻസ്റ്റന്റ് അവൽ നനച്ചതാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അവൽ നനച്ചത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് അവൽ ഞാൻ ഇട്ട് കൊടുക്കുക. ഈ അവൽ ഞാൻ പരന്ന വലിയ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന അവലാണെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി, നല്ലതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വെള്ള അവലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. ചുവന്ന അവൽ കൊണ്ട് നല്ലതാണ് തയ്യാറാക്കിയത്. ഇതും നല്ലതാണ് കേട്ടോ, പിന്നെ ചുവന്നത് ഒന്നുകൂടെ നല്ലതാണ്. മൂന്ന് കപ്പ് അവൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി ചേരുവയെല്ലാം ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, കാൽ കപ്പ് റോസ്റ്റഡ് കപ്പലണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. കേടാവാതിരിക്കാൻ വേണ്ടി ഞാനിത് വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയാണ് അതിലിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായാൽ മതി. ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച് നിലക്കടലയാണ് ഇട്ടിരിക്കുന്നത്, കപ്പലണ്ടി. ഇനി 1/4 കപ്പ് കടലപ്പരിപ്പ്, പൊട്ടുകടല ഇതിലേക്ക് ഇട്ടു. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ നെയ്ക്കകത്ത്. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ടെന്ന്, കശുവണ്ടി ഇല്ലേ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. കപ്പലണ്ടി നിങ്ങൾ വറക്കാത്ത കപ്പലണ്ടി ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടി കഴിയുമ്പം ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കണം. ഇത്രയും മൂക്കാവുകൾ, കൂടുതൽ കരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഈ ചൂടിലോട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യും എല്ലാം പോരുകയും ചെയ്യും. 3/4 കപ്പ് തേങ്ങയാണ് ഈ പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. നമ്മൾ ചൂടില്ല, ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്തോ. ഗ്യാസൊന്നും കത്തിക്കണ്ട. ഈ ചെറിയ ചൂടിൽ ഈ നെയ്യെല്ലാം എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ചൂടാക്കി. അങ്ങനെ ഈ ചൂട് പാനിനകത്തേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ടൊന്ന് ഇളക്കി ഇതിലോട്ടങ്ങ് ഇടുക. അതിൽ കുറച്ച് നെയ്യുണ്ടായിരുന്നു, ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടായത്. ഇനി നമുക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയും കാഷ്നട്ടും കടലപ്പരിപ്പും ഇതെല്ലാം കൂടെ, തേങ്ങയും. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കപ്പലണ്ടിയൊക്കെ നമ്മൾ വറുത്തിട്ട് വെച്ചാണ്ടല്ലോ പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇത് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് അവൽ നനച്ചതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവൽ നനയാണ് കാണിക്കുന്നത്. വെച്ചിരിക്കാനുള്ളതല്ല, പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാവർക്കും കഴിക്കാം. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇവിടെ പാത്രം അടപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് ചീകിയ ശർക്കര. നിങ്ങൾക്ക് മധുരത്തിന് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഉരുക്കിയെടുക്കാനാണ് ശർക്കര. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് വേണ്ട ചെറിയ ചൂടോടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ സ്പൂൺ കൊണ്ട് അങ്ങ് ഇളക്കി റെഡിയാക്കാം.
സാധാരണ ഇത് കൈകൊണ്ടാണ് ഇളക്കി റെഡിയാക്കേണ്ടത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക, കൂട്ടിയോ കുറച്ചോ. അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, നല്ല ഹെൽത്തിയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.